നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ജാതക കഥകളിലെ ഒരു കഥയാണ് കേട്ടോ. ശ്രീബുദ്ധനുമായിട്ട് അദ്ദേഹത്തിൻ്റെ അവതാരമായി വരുന്ന ബോധിസത്വനുമായിട്ട് അദ്ദേഹം ഓരോരോ അവതാരങ്ങളെടുത്ത് ധർമ്മപ്രചരണാർത്ഥം ജീവിക്കുകയാണ്. അങ്ങനെ ആ ധർമ്മ പാലനത്തിന് വേണ്ടി ജീവിക്കുന്ന ബോധിസത്വൻ ഇത്തവണ അവതാരമെടുത്ത് ജീവിക്കുന്നത് ബനാറസിൽ തന്നെ, കാശിയിൽ തന്നെ. ബനാറസിൻ്റെ അടുത്ത രാജ്യമാണ് കോസല രാജ്യം, ഉത്തര കോസല. ഈ ബനാറസും കോസല രാജ്യവും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ബനാറസ് ചെറിയൊരു രാജ്യമാണ്. കോസല രാജ്യമാകട്ടെ ധാരാളം സൈനിക സമ്പത്തൊക്കെയുള്ള, ധനസമ്പത്തുള്ള, കൃഷിയിടമുള്ള, കന്നുകാലി സമ്പത്തൊക്കെയുള്ള, നല്ല വിദ്യാസമ്പന്നരായ പ്രജകളുള്ള രാജ്യമാണ് കോസല. അതേസമയം ബനാറസിൽ ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. സമ്പത്തുണ്ട്, സമ്പത്തുണ്ട്, കൃഷി സ്ഥലങ്ങളുണ്ട്. പുണ്യ നഗരമാണ് ബനാറസ്, അതായത് കാശി. അവിടെ ഒരു രാജകൊട്ടാരത്തിൽ, ബനാറസ് രാജകൊട്ടാരത്തിലെ ആ ചെറിയ രാജ്യത്തിൻ്റെ രാജകൊട്ടാരത്തിൽ ഒരു രാജ്ഞിയുടെ പുത്രനായിട്ട്, രാജാവിൻ്റെ പുത്രനായിട്ട്, രാജകുമാരനായിട്ട് ഇത്തവണ ബോധിസത്വൻ അവതാരമെടുത്തു. അദ്ദേഹം ആ കുട്ടിയാണെങ്കിൽ കുട്ടിക്കാലം തൊട്ടേ എന്തെന്നില്ലാത്ത ജീവകാരുണ്യ, അൻപ്, ദയവ് ഒക്കെ ഉള്ളവരെ, കൂട്ടുകാരൊക്കെ ആയിട്ട് വളരെ അടുത്ത സൗഹൃദം, അച്ഛനമ്മമാരോട് തികഞ്ഞ ആദരവും ഭക്തിയൊക്കെ, വളരെ നല്ല ഒരു നന്മയുള്ള രാജകുമാരൻ എന്നുള്ള പേര് അദ്ദേഹം കുട്ടിക്കാലത്തെ തന്നെ ആർജിച്ചെടുത്തു. അപ്പം നന്മ രാജകുമാരൻ എന്നായി അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു. സാധാരണഗതിയിൽ പിൻഗാമിയായിട്ട് ഈ നന്മ രാജകുമാരൻ രാജാവായി. ഇപ്പോൾ ബനാറസിൻ്റെ രാജാവ് ആരാ? നന്മ രാജാവ്. ആ നന്മ രാജാവ് അങ്ങനെ നല്ല വിധത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും രാജ്യവും പ്രജകളും എല്ലാം അങ്ങനെ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അധിക കാലമുണ്ടോ സുഖമായിട്ട് പോകാൻ സമ്മതിക്കുന്നു? ലോകത്തിൻ്റെ ഗതി അങ്ങനെയല്ലേ. മന്ത്രിമാരിൽ ഒരാൾ കുറച്ച് അസൂയുള്ളവനാണ്. നന്മ രാജാവിനോട് ഒരസൂയ. എന്താ, എല്ലാവരും ഇയാളെങ്ങനെ ബഹുമാനിക്കണു, അപ്പം എത്ര നന്മകളുള്ള എന്ന് കരുതിയിട്ട് അയാൾ എന്ത് ചെയ്തു എന്നറിയാമോ? എങ്ങനെ ഈ രാജാവിനെ ഒന്ന് തോൽപ്പിക്കണം എന്നുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ച് അയാൾ നേരെ അങ്ങോട്ട് കോസല രാജ്യത്തേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് ഇങ്ങനെ കുറച്ച് നാളൊക്കെ അവിടെ സുഖമായിട്ടൊരു അതിഥിയെപ്പോലെ രാജകൊട്ടാരത്തിൽ താമസിച്ചു. രാജാവായിട്ട് കൂടുതൽ സൗഹൃദം സ്ഥാപിച്ചു. രാജാവിനോട് ഇടയ്ക്ക് വെച്ച് പറഞ്ഞു, അങ്ങയുടെ ഈ അയൽ രാജ്യമുണ്ടല്ലോ ബനാറസ്, ഞാൻ അവിടുത്തെ രാജാവിൻ്റെ മന്ത്രിയാണ്. എനിക്കറിയാം അവിടുത്തെ രാജ്യത്തിൻ്റെ സ്ഥിതി. എനിക്കറിയാം ആ നന്മ രാജാവ്, അവിടുത്തെ നന്മ രാജാവ് എന്താണ് ഇപ്പം ഇത്ര കേമായിട്ട് ആളുകൾ നന്മ കാര്യം പറയേണ്ട തിരുമനസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. നന്മ രാജാവിനെ പറ്റി കുറേ ഇല്ലാവചനങ്ങൾ, അമർഷം തോന്നുന്ന വിധത്തിലൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെ പറ്റിയും കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ കൂടാണ്ട് പ്രജകളോടൊന്നും ഒരു കാരുണ്യമില്ല. ഒക്കെ നികുതി പിരിച്ചു കൂട്ടി സുഖലോലുപതിയല്ലേ നന്മ രാജാവിന്. പേര് കേട്ടൂലോ, നന്മ രാജാവ് എന്നുള്ള പേരെടുത്തില്ലേ. അപ്പം ചെന്ന് കാട്ടാ, ഞാനിപ്പോൾ എന്താ നിങ്ങളിങ്ങനെയൊക്കെ സംസാരിക്കണേ എന്ന് പറഞ്ഞു. ഈ കോസല രാജാവാണെന്നുണ്ടെങ്കിൽ കാര്യമൊക്കെ ഉണ്ടെച്ചില്ല. അദ്ദേഹം കുറച്ച് സത്യവും ന്യായവും ഒക്കെ ഉള്ള ആളാണ്. ഒരാളങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞാൽ അത് അതേപടിയൊന്നും വിശ്വസിക്കില്ല. അദ്ദേഹത്തിന് ഉത്തമ ബോധ്യം വരണം, അല്ലാതെ കൊണ്ടൊന്നും വിശ്വസിക്കില്ല. ഉടൻ തന്നെ ഈ ബനാറസിലെ മന്ത്രിയോട് പറഞ്ഞു, വെറുതെ വല്ലതും ഇവിടെ വന്ന് പറയരുത്. എൻ്റെ ഇന്നൊരു പാരിതോഷികവും കിട്ടാൻ പാടില്ല. എനിക്ക് ഒരു പാരിതോഷികം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിടിച്ച് തുറങ്ങില്ല അടയ്ക്കും പറഞ്ഞേക്കാം. കോസല രാജ്യത്തിൻ്റെ തുറുങ്കൽ താൻ മനസ്സിലാക്കും എന്താണെന്ന്, തുറുങ്കലിൽ അടച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അതൊന്നും പറയണ്ട. അല്ല തിരുമനസ്സായി, വീണ്ടും കെച്ചി പറഞ്ഞു, അല്ല തിരുമനസ്സായി, അങ്ങ് ഞാൻ പറയണ പോലെ ഒരു ചെറിയ കാര്യം ചെയ്യാമോ? അപ്പം അങ്ങേക്ക് ബോധ്യപ്പെടും. എന്താണ് വേണ്ടത് പറയട്ടെ എന്ന് ചോദിച്ചു. അങ്ങ് വളരെ കുറച്ചൊരു സൈന്യത്തെ, കുറച്ച് അംഗരക്ഷകരെ, അതായത് സൈനികരിൽ മിടുക്കരായിട്ടുള്ള കുറച്ച് ചെറിയ സൈന്യത്തെ എൻ്റെ കൂടെ അയക്കാമോ? എന്നിട്ട് ബനാറസ് ആക്രമിക്കാമോ? എന്താ ഉണ്ടാവുകയെന്ന് അപ്പം കാണാം. അങ്ങേക്ക് ആ രാജാവിനെ രാജ്യത്തെ തോൽപ്പിച്ച് ബനാറസ് കീഴടക്കാൻ പറ്റും. ചെറിയൊരു സൈന്യം മതി കോസലത്തിൻ്റെ. അപ്പോൾ കോസല രാജ, അതൊന്നും വേണ്ട, എനിക്കിപ്പോൾ കോസലം ഭരിക്കാൻ തന്നെ ധാരാളമുണ്ട്. എനിക്ക് ഈ പ്രജകളെയൊക്കെ സ്നേഹിച്ച് ഇവിടെ നന്നാക്കി നോക്കിയാൽ മതി.
അല്ല, ബനാറസ് പുണ്യനഗരല്ലേ, അത് അങ്ങയുടെ കീഴിലാണെന്നുണ്ടെങ്കിൽ അങ്ങേക്ക് അതൊരു അഭിമാനമല്ലേ. അതുകൊണ്ട് ബനാറസ് ആക്രമിക്കൂ, ചെറിയ സൈന്യത്തെ കൂടെ അയക്കൂ എന്ന് പറഞ്ഞ് വീണ്ടും നിർബന്ധിച്ചു. അങ്ങനെ ഇപ്പം ഇയാളുടെ ഇത് കേട്ടില്ല എന്ന് വേണ്ടെന്ന് കരുതിയിട്ട് അദ്ദേഹം തൻ്റെ സൈന്യത്തിൽ നിന്നൊരു ചെറിയ ഭാഗത്തെ എടുത്തുകൊണ്ട് ബനാറസ് ആക്രമിക്കാനായിട്ട് ഇയാളുടെ നേതൃത്വത്തിൽ പോയി. അതിൻ്റെ സൂത്രങ്ങൾ, കൗശലങ്ങൾ, കോട്ടകളെ എവിടെ നിന്ന് ആക്രമിക്കണം എന്നുള്ള കുളുവൊക്കെ സൈനികർക്ക് ഈ അസൂയക്കാരനായ മന്ത്രി പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് കുടുംബത്തിൽ നിന്നുള്ള ഒരാളെ ശത്രുവായിട്ട് അവിടെ ചെന്നേക്കണം, ശത്രുക്കൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് ആക്രമിച്ചു. ഇവിടെ വന്ന് ആക്രമിച്ച് കഴിഞ്ഞ ബനാറസിൻ്റെ സൈനികർ ചെന്ന് കഴിഞ്ഞ് ബനാറസ് ആക്രമിക്കാൻ സൈന്യം വന്നിരിക്കുന്നു, അതും നമ്മുടെ അയൽരാജ്യമായ കോസല രാജാവിൻ്റെ സൈന്യം. അത് ശരിയാവില്ല. അപ്പോൾ അങ്ങനെ ബനാറസ് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് കരുതി ബനാറസിൻ്റെ സൈന്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ചെന്ന് കോസല സൈന്യവുമായിട്ട് ഏറ്റുമുട്ടി. എന്തിനു പറയണു, കോസല അവിടുത്തെ ഓർക്കപ്പുറത്ത് വന്ന കാരണം കുറച്ച് ബനാറസിലെ കുറച്ച് സൈനികരൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷെ അതേസമയം കോസല രാജ്യത്തെ സർവ്വ സൈനികരെ അവർ തടവിൽ പിടിക്കുകയും ചെയ്തു. തടവിൽ പിടിച്ച് രാജാവിൻ്റെ മുമ്പിൽ, നന്മരാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ നന്മരാജാവ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എൻ്റെ രാജ്യം ആക്രമിച്ചത്? ഇവിടെ കൊള്ളയടിക്കാൻ വന്നത് എന്തിനാണ്? ഇവിടെ യുദ്ധം ചെയ്ത് ഈ രാജ്യം കീഴടക്കാൻ തോന്നണ്ടാണ്. അപ്പം ഞങ്ങൾക്ക് ജീവിക്കാൻ വശമില്ലാത്ത കാരണം എന്താണ്? ജീവിക്കാൻ വശമില്ലേ നിങ്ങൾക്ക് ധനസമ്പാദനത്തിന് വേണ്ടിയാണോ ഇവിടെ യുദ്ധത്തിന് വന്ന്? അതെ, ഇവിടെ കൊള്ളയടിച്ച് യുദ്ധം ചെയ്ത് അങ്ങേ തോൽപ്പിച്ച് ഇവിടുത്തെ സമ്പത്തൊക്കെ കൊണ്ടുപോകാനാ. അയ്യോ, അത് വേണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചെങ്കിൽ ഞാൻ തരുമായിരുന്നല്ലോ. അദ്ദേഹം നന്മരാജാവല്ലേ. അദ്ദേഹം പറഞ്ഞ പോലെ ഈ സൈനികർക്കൊക്കെ ജീവിക്കാൻ വേണ്ടിടത്തോളം പണം കൊടുക്കുന്നത്, ധാരാളം പൊന്നും പണവും പാരിതോഷികമൊക്കെ കൊടുത്ത് തിരിച്ചയച്ചു. അവർ കോസല രാജ്യത്തേക്ക് സമ്മാനങ്ങളും കൊണ്ടാണ് ചെന്നേക്കണേ. യുദ്ധത്തിന് പറഞ്ഞയച്ചവർ അവിടെയുള്ളവരെയൊക്കെ കൊല്ലുകയും ചെയ്തു. കുറേ പേരെ ഇതും കൂടാണ്ട് കുറേ സമ്മാനവും രാജാവിൻ്റെ ഇത് മേടിച്ചിട്ട് വന്നേക്കണം. അപ്പോൾ ഈ കോസല രാജാവിന് തോന്നി, ഇതെന്തൊരു കഥയത്, ഇങ്ങനെയുണ്ടോ? യുദ്ധത്തിൽ തടവുകാരായി പിടിച്ചിട്ടുള്ളവർക്ക് സമ്മാനം കൊടുത്തു വിടല്ലേ, ഇയാൾ ശരിക്കും നന്മരാജാവ് തന്നെയാണല്ലോ എന്ന് കരുതി. അപ്പോഴേക്കും ആ അസൂയക്കാരൻ മന്ത്രി വന്നിട്ട് പറഞ്ഞു, ഇപ്പം എങ്ങനെയുണ്ട് തിരുമനസ്സേ ഞാൻ പറഞ്ഞ കാര്യം കണ്ട, ചെന്നവർക്ക് സമ്മാനം കൊടുത്ത് ഇങ്ങോട്ട് വിട്ടു. ഇതാ പറഞ്ഞ വളരെ ചെറിയൊരു സൈന്യം മതി, അങ്ങേക്ക് ബനാറസ് കീഴടക്കാം, അങ്ങ് ഒന്നും കൂടി കുറച്ച് ദിവസം ചെറിയൊരു സൈന്യത്തെ അയക്കൂ എന്ന് പറഞ്ഞു. അപ്പം കോസല രാജാവിന് തോന്നി, ശരിയത്, ഒന്നും കൂടി നിങ്ങൾ അയച്ചാലോ എന്നിട്ട് രണ്ടാമത് ഒരു സൈന്യത്തെ ബനാറസ് ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് കോസല രാജ്യത്തിന് പടനീക്കം നടത്തി. പട്ട ചെന്നു ബനാറസിൽ ഉള്ള സൈനികരുമായിട്ട് കോസല സൈന്യം അങ്ങ് ഏറ്റുമുട്ടി. നേരത്തേതുപോലെ കുറേ ആൾനാശമൊക്കെ ഉണ്ടായി. പിന്നെ തടവുകാരായിട്ട് പിടിച്ചു. തടവുകാരായി പിടിച്ചവരോട് ചോദിച്ചു, എന്തിനാ യുദ്ധത്തിന് വന്നത്? നിങ്ങൾക്ക് എന്താ കാര്യം? എന്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ? അവിടുത്തെ സമ്പത്ത് എന്തിനാ കൊണ്ടുപോകണത്? അവിടെ ഇല്ലേ എന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്ക് അതൊന്നും പോരാ, ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണം, അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സമ്പത്ത് കൊണ്ടുപോകാനാന്ന് പറഞ്ഞു. അപ്പോൾ ഈ നന്മ രാജാവ് അവർക്കും പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് അങ്ങോട്ട് അയച്ചു. രണ്ടാമത്തെ സൈനികരും യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞിട്ട് കൊള്ളയും കൊലയൊന്നും നടത്താതെ കണ്ട് രാജാവിൻ്റെ പാരിതോഷികവും വാങ്ങി തിരിച്ചെത്തി കണ്ടു കഴിഞ്ഞപ്പോൾ കോസല രാജാവിന് തോന്നി, ഇത് നല്ല കാര്യമാണല്ലോ, ഇങ്ങനൊരു രാജാവോ, നല്ല മണ്ടനാണോ, മണ്ടനൊക്കെയാണോ, ഇങ്ങനെയായാലും ഒന്നും ശരിയാവില്ലല്ലോ. ഒരു ഇത് ധന്മരാജാവിൻ്റെ പഴയ ശത്രു വീണ്ടും കോസല രാജാവിനെ പ്രലോഭിച്ചു. ആ അസൂയക്കാരനായ മന്ത്രി വീണ്ടും വരും. അങ്ങയോട് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ബനാറസിലെ രാജാവ് ഭീരുവാണ്, അയാൾക്കൊരു ധൈര്യമൊന്നുമില്ല, വെറുതെ നന്മരാജാവ് എന്ന് പറയുന്നുള്ളൂ. ആ ഭീരുവായ രാജാവിനെ ഒന്ന് പേടിപ്പിക്കാൻ അങ്ങയുടെ സൈന്യത്തിൻ്റെ കുറച്ചും കൂടി വലിയൊരു സൈന്യത്തിനെ ഒന്നും അങ്ങോട്ട് അയച്ചു നോക്കൂ. തീർച്ചയായിട്ടും ബനാറസിലെ രാജാവ് അങ്ങേക്ക് അടിമപ്പെടും. ബനാറസ് രാജ്യം അങ്ങയുടെ മുൻപിൽ ഇത് പിടിക്കും. മാത്രമല്ല അങ്ങേക്ക് ബനാറസ് കീഴടങ്ങും, അതാണ് ഉണ്ടാവുക. അങ്ങൊന്ന് പരീക്ഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞ് അസൂയക്കാരൻ കോസല രാജാവിനെ അങ്ങോട്ട് പിരി വെച്ച് അങ്ങോട്ട് വിട്ടു. അപ്പോൾ കുറച്ച് സമയം വേണം, സൈന്യത്തിനൊരു ഒരുക്കം കൂട്ടാനുണ്ട്. അങ്ങനെ കോസല രാജാവ് ബനാറസ് കുറച്ചുകൂടി ശക്തിയോടുകൂടി ആക്രമിക്കാൻ തീരുമാനിച്ചു. അതിന് വേണ്ടതായ സൈനിക പരിഷ്കാരങ്ങളൊക്കെ നടത്താൻ തീരുമാനിച്ചു. ഇന്ന് ഈ കഥയുടെ ഇത്രയും ഭാഗ്യം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. കാരണം ഇത്രയും മനസ്സിലാക്കൂ,
അടുത്ത ദിവസം നാളെ തന്നെ ഞാൻ ഇതിൻ്റെ തുടർക്കഥ പറയും. അപ്പോൾ ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പുതിയതായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. ധർമ്മപദമുള്ള കഥകൾ കേട്ട് വേണ്ടേ നമ്മുടെ കുട്ടികൾ വളരാൻ. നന്ദി.